അപ്പോൾ ഈ എണ്ണ കുടിക്കാത്ത പൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കറക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. കണ്ട, ഒരു തുള്ളി എണ്ണ പോലും ഈ പൂരിയിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും പൂരിയൊന്നും ഞാൻ കഴിക്കൂലേ, അത് ബാക്കിയാവും. 2-3 കഴിക്കും. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കട്ടൻ ചായ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വായോ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ വീണ്ടും പിന്നെ എന്താ പറയുക, ഒരു വെള്ളിയാഴ്ച അല്ലേ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും പുട്ടാണ് ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൂരിയാണ്. അപ്പോൾ ഞാൻ എല്ലാം എടുത്തു. ഇപ്പം നമ്മളെ റൂമിലാണെങ്കിലും പിന്നെ ജോലി സ്ഥലത്താണെങ്കിലും എങ്ങനെയാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കാൻ നമ്മളെ പാത്രം എല്ലാം പോയി കേട്ടോ. പൊടി കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി, പിന്നെ റവ വറുത്തതാണെങ്കിലും വറുക്കാത്താണെങ്കിലും കുഴപ്പമില്ല. ഒരു 3 സ്പൂണ് റവ, എടുത്ത് പിന്നെ എടുക്കുന്നത് മൈദപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് അതേപോലെ റവ എടുത്തില്ല, അതേപോലെ 3 സ്പൂണ് മൈദ വേണമെന്നില്ല, ഒഴിവാക്കാം. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാല്. മൈദ പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഓയിൽ. ചൂടുവെള്ളത്തിലൊന്നുമല്ല, പച്ചവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച്. ഇതന്നെ വെള്ളം എടുത്തിന്. നമ്മളെ പാത്രം എല്ലാം നോമ്പാകുമ്പോത്തിന് ഒരു ചായപാത്രം വാങ്ങണോ, അതേപോലെ കറി വെക്കാൻ ഒരു പാത്രം വാങ്ങണോ. 2-3 സാധനങ്ങൾ വാങ്ങണം. ഒരു നൂൽപുട്ടിന്റെ അച്ച് വാങ്ങണം. നോമ്പാകുമ്പോത്തിന് ഇതെല്ലാം വാങ്ങേണ്ടത്. ഒരു ഓട്ടട ചട്ടി വാങ്ങണം. അത് ഇന്ത്യ സൂപ്പർ മാർക്കറ്റ് സഫാരിയിലില്ല, പോയോക്കും. എന്റേത് ഉണ്ടായതാണ്. ഒരു ചേച്ചിന്റെ അവിടെ സാധനം വെച്ചിട്ട് അതൊന്നും അത് തന്നില്ല. എല്ലാം പാക്കറ്റ് ഒന്നും എടുത്ത് കൊറേ സാധനം അത് എടുത്ത് വെച്ച് തന്നിട്ടില്ല. ഇവിടെ വന്ന് മറ്റേ കാർബോർഡ് പൊട്ടിച്ച് നോക്കുമ്പോണ് വെച്ച സാധനമൊന്നും ഇല്ല. കൊറേ സാധനം എടുത്തു, എല്ലാം ഉണ്ടായതാ. നന്നായിട്ട് കുഴച്ചെടുക്കട്ടോ. നല്ല മയത്തില് കുഴച്ചെടുക്കും. അപ്പൊ നന്നായിട്ട് കുഴച്ചെടുക്കും. ഇനിയിപ്പോ നോമ്പിന് ഈ പാത്രം ചേഞ്ച് ആക്കണോ. എല്ലാ പാത്രവും പോയി. ഈ കറി വെക്കാൻ വാങ്ങണോ, നൂൽപുട്ടിന്റെ ഒരു അച്ച് വാങ്ങണോ. ഇതെല്ലാം ഉണ്ടായതാ. ഞാൻ നാട്ടിൽ പോകുമ്പോ ഒരു ചേച്ചി എൻ്റെ വെച്ചിട്ട് ഇവിടെ വന്ന് പാക്കറ്റ് പൊട്ടിച്ച് നോക്കുമ്പോ ഒരുപാട് സാധനങ്ങളില്ല. ഓട്ടട ചട്ടി ഇല്ല. ചട്ടിയെല്ലാം വാങ്ങി നല്ല മയക്കി എടുത്തത് എല്ലാം മാറ്റി വെച്ച് എടുത്തിട്ട് അതേപോലെ പാക്ക് ചെയ്ത് വെച്ച്. നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കും. പൂരി ആവുമല്ലോ അല്ലേ.
അപ്പൊ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പൊ ഞാന് ആദ്യമില്ലെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇവിടെ ഞാന് അധികം ടീഷർട്ട് പാൻറ്റെല്ലാം ഇട്ട്. ഇവിടെ നമ്മളെ നാട്ടിലത്തെ മാതിരി അപ്പുറമുള്ള ആൾക്കാർ നമ്മളെ റൂമിൽ വരും, ഇപ്പുറമുള്ള ആൾക്കാർ നമ്മളെ വരും, അവിടെ പോവുക ഇവിടെ പോകുന്നും ചെയ്യൂല. നമ്മളിപ്പോ പുറത്തുനിന്ന് കണ്ടാൽ മാത്രം അവരോട് സംസാരിക്കുള്ളൂ അല്ലേ. പിന്നെ നമ്മളെല്ലാം പറഞ്ഞാല് പിന്നെ ടീഷർട്ട് ആണെങ്കിലും ഇതാണെങ്കിലും ഇപ്പൊ പണിക്കെല്ലാം പോകുമ്പോഴാണ് നമ്മളിങ്ങനെ ചുരിദാറും പിന്നെ കൈയുള്ള നെയ്റ്റും കാര്യങ്ങളെല്ലാം ഇട്ട്. അപ്പൊ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര കൈയുള്ളതാണ് ഇട്ടിട്ടുള്ളത്. അതിനെ പറ്റി പിന്നെ നമുക്ക് എല്ലാവരും പറഞ്ഞു തന്നതാത്ത ഡ്രസ്സ് ഞാനത് മാറ്റിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയാണ്, ഞാനത് എനിക്ക് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ് തോന്നിയിട്ട് ഞാനിപ്പോ ഡ്രസ്സിലെല്ലാം ശ്രദ്ധിക്കൽ തുടങ്ങിയിട്ടാ. പിന്നെ പുറത്തു പോകുമ്പോന്ന് പറഞ്ഞാല് ഞാൻ ഫർദ ഇട്ടിട്ടാണ് ജോലിക്കെല്ലാം പോവുക. ആ ജോലി സ്ഥലത്ത് നിന്നായിരിക്കും നമ്മുടെ കടയിലേക്കെല്ലാം പോവുക. അപ്പൊ പിന്നും കാര്യം കുത്താനൊന്നും ഇല്ല. ഞാൻ ഷാളിട്ടിട്ട് അങ്ങനെ പോകുന്നു. ചിലപ്പോ വീഡിയോയിലെടുക്കുമ്പോ ഷാളങ്ങനെ നീങ്ങി പോകും. അത് പിന്നെ എഡിറ്റ് ആക്കുമ്പോ കട്ടാക്കാൻ മറന്നും പോകും. അതാ പറ്റുന്നത്. പിന്നെ വെള്ളിയാഴ്ചയിലായിട്ട് എന്തൊക്കെയാ വിശേഷം ഇപ്പൊ നോക്കാം. നല്ല കണ്ട നല്ല പതായിന്. അപ്പൊ നമുക്കിനി ഊരി ചൂടാം. ഇതേപോലെ ഒന്ന് നിങ്ങൾ കുഴച്ച് വെച്ചിട്ട് ഇതന്നെ റവ, ഗോതമ്പൊടി 2 സ്പൂൺ മൈദ, 2 സ്പൂൺ റവ, അതിൽ കൂടുതൽ ബാക്കി നമ്മളെ ഗോതമ്പ് പൊടി കുറച്ച് എണ്ണ ആക്കി ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല. നല്ല മയം കിട്ടും കേട്ടോ, നല്ല ഊരിയായിരിക്കും. അപ്പൊ ഞാന് ചുട്ടെടുക്കട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെ വ്യാഴാഴ്ച ആയാല് എല്ലാവർക്കും സാജി ലൈവ് ഇട്ടുകൊണ്ടല്ലോ. നമ്മളെ വ്യാഴാഴ്ച ആയാലില്ലേ എല്ലാവർക്കും ഇഷ്ടമാണല്ല. അതെന്താണെന്നറിയോ, വെള്ളിയാഴ്ച പണിയില്ലല്ലോ. പക്ഷെ എന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും ഇല്ലക്കാര് ഏതെങ്കിലും പിന്നെ ക്ലീനാക്കാണ്ട് പറഞ്ഞ് വിളിക്കും കേട്ടോ. വിളിക്കണമെങ്കിലും ഒരു ഉച്ചന്റെ ശേഷം വിളിക്കും, അല്ലെ വൈകുന്നേരം. ഇപ്പൊ 2 ദിവസം നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും വേറൊരു പൊണ്ണു, അത് ഒരാള് മൊത്തത്തില് ബില്ലെടുത്തിട്ട് ഫുള്ള് പൊളിച്ച് ക്ലീനാക്കി സീലിങ്ങും അതും ഇതെല്ലാം മാറ്റി പുതിയതായിട്ട് വാടക കൊടുക്കാനുള്ളതാണ് ക്ലീനാക്കാൻ പറ്റിയത്. ഇന്നലെ ഉണ്ടായിരുന്നു, മിഞ്ഞാന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ് മിഞ്ഞാന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി. പിന്നെ ഓള് പറഞ്ഞ് ഞാൻ വരാം, ഞാനും കൂടി വരാം, ഇന്ന് തീരുമല്ലോ. അങ്ങനെ ഓളും കൂടി വന്നിട്ടോ. ഓള് വെറുതെ വന്നത് എൻ്റെ കൂടെ സഹായിക്കാൻ. പൈസ ഒന്നും വാങ്ങിയിട്ടില്ല, ഞാൻ കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല. ഓള് പറഞ്ഞു വേണ്ട. ഓള് ഇവിടെ പ്രസവ പണിക്കും കാര്യത്തിനൊന്നും പോന്ന ഒരു പെണ്ണെന്ന ചേച്ചി. അത് പറഞ്ഞ് വേണ്ട, ഇജെടുത്തോ, ഞാൻ വന്ന് സഹായിക്കുന്ന പേര് തീരുമല്ലോ. അപ്പൊ ഞാന് ഊരി ചൂടാൻ 1 2 3 4 5 ഊരി ബാക്കിയാവും. 6 ഊരി. ഞാൻ 3 ചൂടയില്. നമ്മളോട് കഥ പറഞ്ഞേ ഊരി വയ്ക്കലും കഴിഞ്ഞ് ഇപ്പൊ ചുട്ടും കഴിഞ്ഞു. അപ്പൊ നോക്കിയേക്കാം, എല്ലാം കുറച്ച് വലുതാക്കി കേട്ടോ. വേഗം കയ്യട്ടെ, കയ്യെല്ലാം കേട്ടെ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് താത്ത എവിടെയാണ്. ഞാൻ എവിടെ, ഖത്തറിൽ എവിടെ താമസം എന്നല്ല ഞാൻ പറയുന്നുണ്ട്. എന്റെ റൂം എവിടെയെന്നല്ല. ഇന്നലെ ആരും മെസ്സേജ് ഇട്ട് കുവൈത്തല്ല. ഞാൻ കുവൈത്തില് സൗദിയിലൊന്നല്ല, ഞാൻ ഖത്തറിലാണ് കേട്ടോ. പിന്നെ നാടും വീടെല്ലാം ഞാനൊരു എന്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി അമർത്തുക. അതാണ് ഞാൻ ഇടുന്ന വീഡിയോ നിർത്താത്തത്. പ്ലീസ് അതും കൂടി നിങ്ങൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കമന്റുകളെല്ലാം ഇട്ടോളി. ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം എല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മള് പൂരി ഉണ്ടാക്കാൻ പോകും. ഞാന് ഇതിലാണ് പരത്തല് കേട്ടോ. കണ്ട കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട്
ഇങ്ങനെ പരത്തിയെടുക്കും കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ എണ്ണ ഒന്ന് തൂക്കി കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെ സഹോദരന്മാര്, നമ്മളെ ചെക്കന്മാരെല്ലാം പാവം ഒറ്റക്കെല്ലാം നിൽക്കുമ്പോ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. സാധാ പരത്തിരിക്കും പോലെ പൊടി ഇട്ടിട്ട് പരത്തിരിക്കാൻ മതി. കണ്ട, ആവും. 5 മിനിറ്റോട് പരിപാടി ചെയ്യും. കുഴക്കണ താമസേ ഉള്ളൂ. ഒന്ന് തിരിച്ചു വിട്ടുകൊടുത്ത് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാനിതെല്ലാം പരത്തിയെടുക്കട്ടെ. ഇപ്പൊ നമ്മളെ ഭൂരി കണ്ട ഇതേപോലെ കണ്ട നല്ല തരി ആയിട്ട് റവ ഇട്ടോണ്ടാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ഞങ്ങള് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞാൻ ജോലി സ്ഥലത്തെല്ലാം ഇങ്ങനെ തന്നെയാണ് ഭൂരി ഉണ്ടാക്കുക കേട്ടോ. ഇതുവരെ നല്ലതാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ 2 സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇടും. കൂടുതൽ ഇടൂല, 2 സ്പൂൺ. നമ്മളൊരു ഭൂരി കണ്ട തന്നെ ഭൂരി എങ്ങനെയുണ്ട്? ഞാനെല്ലാം ആദ്യം പരത്തി വെക്കും കേട്ടോ. എന്നാ വേമ്പേ ആവുമല്ലോ. പെട്ടെന്ന് പൊന്തി പെട്ടെന്നാവും കേട്ടോ. തൊടൊന്നും വേണ്ട, തന്നാലെ തന്നെ പൊന്തി വരും. പൊന്തിയ തിരിച്ചിട്ട് കൊടുക്കുക. കൊറേ ആയല്ലോ കുക്കിങ്ങിന്റെ എല്ലാം ഇട്ടിട്ടില്ല. നല്ല ചോക്കണം എന്നുണ്ടെങ്കിൽ ചോന്നോളൂ. എനിക്ക് കൂടുതൽ ഓവറാകുന്ന ഇഷ്ടമല്ല. തീ ഒന്ന് കുറക്കട്ടെ. ഈ ചട്ടിയാകുമ്പോ നമുക്ക് വേഗം ചൂടാവും. ഞാന് എല്ലാം ചുട്ടെടുക്കട്ടെ. കണ്ടല്ലോ ഞങ്ങള് ആവി വറുക്കുന്ന പൂരി. നിങ്ങൾ വിചാരിച്ച താത്താക്ക് എന്താ കറി? താത്താന്റെ കറി കാണിച്ചു തരാ. ഇന്നലെ ഉണ്ടാക്കിയ ഇതാ കുറച്ച്, ഒരു മീൻതാലി, അയിലത്താലി, കുറച്ച് കറിയേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പൊ താത്ത എല്ലാ പൂരിയും നിങ്ങള് സ്വന്തം സായി അല്ലെങ്കിൽ താത്ത ചുട്ട് കഴിഞ്ഞ് ഇത് നോക്കിയോക്കാം. കണ്ട, നിങ്ങൾ ആരെങ്കിലും പറയതോ അത്ര സമയമായി ചുട്ടിട്ട് ഒരു എണ്ണ പോലും നിങ്ങൾക്ക് ഇതിൽ ഞാൻ കറക്റ്റ് കാണിച്ചു. എണ്ണ പോലും കുടിച്ചിട്ടില്ല ഈ പൂരിക്ക്. കണ്ട, അപ്പൊ താത്ത എങ്ങനെയാണ് എല്ലായിടത്തും ജോലി സ്ഥലത്തെല്ലാം താത്ത ഇങ്ങനെ തന്നെയാണ് പൂരി കുറെ കാലമായിട്ട് ഉണ്ടാക്കല്. ഇപ്പൊ നാട്ടിലാണെങ്കിലും ഉണ്ടാക്കും. കണ്ട, എണ്ണ പോലും കുടിച്ചിട്ടില്ല, ഒരു തുള്ളി എണ്ണ കുടിക്കില്ല കേട്ടാ. അടിപൊളി പിന്നെ ഭൂരിയാണിത്. കണ്ട, അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്റെ ഭൂരി എങ്ങനെ ഉണ്ട് ചുട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറയാ. വേറെ ഒന്നല്ല, പച്ചവെള്ളത്തിലാ കുഴക്കുന്ന, ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത ഭൂരിയാണ്. എണ്ണ കാര്യങ്ങളൊന്നും കുടിക്കൂല. അപ്പൊ ഇതേപോലെ ഒന്ന് കുഴച്ചിട്ട് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളെ ഫ്രണ്ട്സാക്കോ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ലിങ്ക്. എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പൊ ആരും ഒന്ന് ലൈക്ക് അടിക്കുന്നതിന് എന്തിനാ മക്കളെ മടി കാണിക്കുന്നത്? പ്ലീസ് ഒന്ന് എല്ലാവരും കാണുന്ന പോലെ എല്ലാം ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളെ സ്വന്തം താത്തല്ലേ, പിന്നെ നിങ്ങൾ എന്തിനും മടി കാണിക്കുന്നത്? അപ്പൊ ഇത്രയാണ് വീഡിയോ. പിന്നെ ഞാൻ ഇന്ന് ചായ അല്ല, കട്ടൻ ചായ ഉണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ അയിലക്കറി ഉണ്ടല്ലോ, അത് ഇന്നലെ ഉണ്ടാക്കി 2 ഫ്രണ്ട്സാ കൊടുക്കും. 2 ആൾക്ക് കൊടുത്ത ബാക്കി കേട്ടോ. പിന്നെ രാത്രി ഞാൻ കഴിച്ചാ ബാക്കി. ഞാൻ പറഞ്ഞില്ല കറിയെല്ലാം ഉണ്ടെന്ന്
കറിയെല്ലാം ഉണ്ടാക്കില്ല ആർക്കെല്ലാം ആരെയെല്ലാം ഉണ്ടാവും കറി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇനി താത്ത നാസ്ത കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഇതുവരെ എത്തിച്ച ഇപ്പോൾ നമുക്ക് എത്ര 19 സബ്സ്ക്രൈബർ കഴിഞ്ഞു. ഒരുപാട് 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 നന്ദിയുണ്ട് എല്ലാവരോടും. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ കമൻറ്റ് നല്ല നല്ല കമൻറ്റ് ഇടുന്നോ എല്ലാവരോടും. ഇനിയിപ്പോൾ ഇഷ്ടമില്ലാത്തവരോടും താത്താക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പഠിച്ചവർക്ക് നല്ലത് വരുത്തട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ ബൈ.